അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. നിങ്ങൾ ഒന്ന് തൊട്ട് പറ, ഞാൻ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. ഒന്ന് പറഞ്ഞേ, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. ഞാൻ ശാപം അനുഭവിക്കേണ്ടതിനല്ല, ഞാൻ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. നിങ്ങൾ അനുഗ്രഹിച്ചോ? നിങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം വല്ലവന്റെ മേലും വീഴും. കാരണം നിങ്ങൾ അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാ. അയ്യോ, പൈതൃക ശാപവാ, അത് ശാപവാ. ഇത് എൻ്റെ ഭാവി, എൻ്റെ ബ്രദറെ, ഇത് ഏതാണ്ട് ശാപമാന്ന് തോന്നുന്നു. ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ 3 പേര് ഡിവോഴ്സായി, ഞങ്ങളുടെ അപ്പൻ്റെ വീട്ടിൽ 2 പേര് ഡിവോഴ്സായി. എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വീട്ടിലെ ശാപം എൻ്റെ മേലും വന്നിരിക്കുക. എൻ്റെ കുടുംബത്തിലും ഇപ്പോൾ ഡിവോഴ്സിന്റെ വക്കില്ല. നിന്റെ കുടുംബത്തിൽ അത് വാഴാൻ സമ്മതിക്കരുത്. നീ ശാപം പേറാൻ വിളിക്കപ്പെട്ടവളല്ല, നീ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാ. യേശുവിൻ നാമത്തിൽ അതിനെ പൊട്ടിച്ചെറിയാം. അപ്പൻ്റെ വീട്ടിൽ നടക്കുന്നതല്ല നിന്റെ വീട്ടിൽ നടക്കാൻ പോകുന്നത്. അമ്മയുടെ വീട്ടിൽ നടക്കുന്നതല്ല നിന്റെ വീട്ടിൽ നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഞങ്ങളുടെ അപ്പൻ്റെ വീട്ടിൽ 2 മന്ദബുദ്ധികളുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അത് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പേടിയാണ്. അല്ലെങ്കിൽ ഉണ്ടായ ആ മാനസിക അസ്വസ്ഥതയുള്ള ആ കുഞ്ഞിനെ നോക്കിയിട്ട് പറയുകയാണ്, ഇത് ശാപമാ. ഞങ്ങളുടെ അപ്പൻ വലിയ ദോഷം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഞങ്ങളത് അനുഭവിക്കുക. നിന്റെ തലമുറയോടുകൂടി അതിൻ്റെ അവസാന പേരും പറയും. യേശുവിലായതോടെ നിന്റെ തലമുറയുടെ തലവര മാറിക്കഴിഞ്ഞു. ഇനി ഒരു പൊട്ടുന്നു. ഞാനത് പറയുമ്പോൾ തന്നെ ഇന്ന് പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. താങ്ക് യു ജീസസ്. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശു ശാപമായി, ഞാൻ അനുഗ്രഹമായി. അത് പറഞ്ഞ് കരമടിച്ചു. യേശു ശാപമായി, ഞാൻ അനുഗ്രഹമായി. ഓ ഹല്ലേലൂയ. ഇനി ഒരു പൈതൃക ശാപവും never. Oh, hallelujah. ശപിക്കുന്നവനെ പോലും അനുഗ്രഹിക്കാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നിന്നോടൊരുത്തൻ ദോഷം ചെയ്തു, അവനോട് തിരിച്ച് ദോഷം ചെയ്താൽ അവന് നീയുമായിട്ട് എന്ത് വ്യത്യാസം? പക്ഷെ നിന്റെ ദോഷമില്ലായ്മ അവന്റെ ദോഷത്തെ പുറത്താക്കും. അതാ ഇതിന്റെ അർത്ഥം. ഹല്ലേലൂയ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ എന്ന് പറഞ്ഞാൽ നിന്റെ നന്മ അവന്റെ തിന്മയെ പുറത്താക്കും. നിന്നിലെ വെളിച്ചം അവനിലെ ഇരുട്ടിനെ പുറത്താക്കും. എങ്ങനെ? അവൻ നിന്നെ ശപിക്കുന്നവനായിരിക്കും, അവനെ അങ്ങ് അനുഗ്രഹിച്ചേരെ. നിന്റെ അനുഗ്രഹത്താൽ അവനും അനുഗ്രഹിക്കപ്പെടും. കാരണം നീ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാ. ഓ, കരമടിച്ച യേശുവിന് നന്ദി പറഞ്ഞു. പ്രിയമുള്ളവരെ, അപ്പൻ ചെയ്തുകൊണ്ടല്ല കേട്ടോ, അമ്മ ചെയ്തുകൊണ്ടല്ല കേട്ടോ, വീട്ടുകാർ ചെയ്തുകൊണ്ടല്ല കേട്ടോ. പറയാൻ തയ്യാറുണ്ടോ? അമ്മയുടെ ദോഷം എൻ്റെ മേ വാഴത്തില്ല, അപ്പൻ്റെ ദോഷം എൻ്റെ മേ വാഴത്തില്ല. എന്നോട് ചേർന്നൊന്ന് പറയാമോ? ഈ ചിന്തയിൽ ഒരു വട്ടമെങ്കിലും നിന്നിട്ടില്ലാത്തവരിവിടെ ഉണ്ടോ? ഒന്ന് കരം ഉയർത്തിക്കേ. ഹലോ, ഈ ചിന്തയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടില്ലാത്തവരെ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ അപ്പൻ്റെ ശാപമാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ശാപം, എൻ്റെ വീട്ടുകാരുടെ ശാപമാണ്, അല്ലെങ്കിൽ ഇതങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളവരൊന്ന് കരമുയർത്തി. വാ, എല്ലാ കൈകളും ഉയരുന്നു. ജീസസ്, ഹല്ലേലൂയ. ഇത് ഞാൻ്റെ എന്തോ ദോഷമാണ്, അല്ലെങ്കിൽ പിന്നെ ഇയാൾ തൊടുന്നത് മുഴുവൻ മുടിയുന്നേ. എന്നോ ചെയ്താൽ ഏതെങ്കിലും ബിസിനസ് നല്ലതായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ പാർട്ട്ണറാക്കിയാൽ മതി, നിങ്ങളുടെ ബിസിനസ് കാര്യം. ഇയാളുടെ കൂടെ ഒരു മുടിയുന്ന ആത്മാവുള്ളേ, എന്തോ ഒരു ശാപം ഇയാളുടെ മേലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കൈ തൊടുന്ന മുഴുവൻ കാര്യവും ശപിക്കപ്പെടുകയാന്ന് ഭാര്യ ഭർത്താവിനെ നോക്കി പറയുമ്പം പിശാചി കൈയടിക്കും. വെൽ ഡൺ മൈ ഗേൾ, ഹല്ലേലൂയ, താങ്ക് യു. നിന്റെ വീട്ടിൽ എങ്ങനെയും ഒന്ന് കയറാൻ ഞാനൊരു പഴുത് അന്വേഷിക്കുകയായിരുന്നു. നീ ഇപ്പം നിന്റെ ഭർത്താവിനെ നോക്കി പറഞ്ഞു അവർ ശപിക്കപ്പെട്ടവരാന്ന്, പക്ഷെ നിന്നെ നോക്കി വചനം പറയുന്നു നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. ഓ ഹല്ലേലൂയ. നിന്നെ നോക്കി വചനം പറയുന്നു നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. പക്ഷെ നിന്റെ ഭാര്യ നിന്നെ നോക്കി വചനം പറഞ്ഞു നീ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടയാളാ. പക്ഷെ നിന്റെ ഭാര്യ നിന്നെ നോക്കി പറയുന്നു നീ ശപിക്കപ്പെട്ടവൻ. അയ്യോ, ഞങ്ങളുടെ അച്ഛൻ ഇനി ഒരു പുതിയ ബിസിനസ്സും ചെയ്യരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. അതെന്നാ, എന്നാ ചെയ്താലും അത് ഞാൻ മുടിയും.
അയാളുടെ മേലെ എന്തോ ഒരു ശാപമുണ്ട്. അയാളെ കല്യാണം കഴിച്ച പിന്നെ എൻ്റെ മക്കൾക്കും കൂടെ അത് കിട്ടുന്ന ഗതികേടില്ല. നാവ് കൊണ്ട് പറഞ്ഞ് വെറുതെ ഉറപ്പിക്കല്ലേ. ഇന്ന് നിന്നിലിരിക്കുന്ന ആധരം അഭിഷേകത്തിന് വേണ്ടി ഉപയോഗിച്ചോട്ടെ. എൻ്റെ ഭർത്താവിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരാൾ ലോകത്തിലില്ല. എൻ്റെ ഭാര്യയെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരാൾ ലോകത്തിലില്ല. ഞങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട കുടുംബമാണ്. 1000 ബിസിനസ് തോറ്റാലും 10,000 ബിസിനസ് തോറ്റാലും കോടികൾ എൻ്റെ മുമ്പിൽ കടം വന്നാലും ഈ വചനം സത്യമാണെങ്കിൽ, ഈ വചനം എഴുതി വെച്ചിരിക്കുന്ന സത്യമാണെങ്കിൽ ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ ഇന്ന് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കുടുംബങ്ങളോട് കർത്താവ് പറയാൻ പറയുന്നു, ഇല്ല ഇല്ല ഇല്ല, മരണമല്ല സംഭവിക്കാൻ പോകുന്നത്, ജീവനാ സംഭവിക്കാൻ പോകുന്നത്. കാരണം ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ക്രൂശിൽ ചുമന്നിരിക്കുന്നു. പ്രിയരെ, കരമടിച്ച് യേശുവിന് മഹത്വം കൊടുക്കും. ആ വീട്ടിലെ ശാപം പുറത്തൂടെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പുറത്തൂടെ നടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ആ അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പൻ്റെ വീട്ടിൽ പോയി താമസിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ആ വീട്ടിലേക്ക് കയറുമ്പം തുടങ്ങും അസ്വസ്ഥത. ആദ്യം ചൊറിച്ചിലായിരുന്നു, പിന്നെ അത് അലർജിയായി, പിന്നെ അത് സോറിയാസിസ് ആയി, ഇപ്പൊ ഇതാണ്ട് അളിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക. ഈ വീട്ടിൽ കയറിയപ്പം മുതൽ തുടങ്ങിയതാ. ഇങ്ങനെ പോരും പോരാട്ടമില്ലാത്ത ഒരു വീട് അന്വേഷിച്ച് നിങ്ങൾ നടന്നാൽ ഒരുപക്ഷെ ചന്ദ്രനിൽ പോയി താമസിക്കേണ്ടി വരും. ഹല്ലേലൂയ. എന്നാൽ ആ വീട്ടിലേക്ക് കയറ്, ആ വീട്ടിലേക്ക് കാല് ചവിട്ടിയിട്ട് പറ, ഇവിടെ 8 പേര് തൂങ്ങിച്ചത്താലും തൂങ്ങിച്ചത്തവർക്ക് കൊള്ളാം, ഇവിടെ വരുത്തു പോക്കുണ്ടെങ്കിലും ഇരുത്തു പോക്കുണ്ടെങ്കിലും വരുകയും പോകുന്നവർക്കും കൊള്ളാം. ഇതൊന്നും എനിക്കൊരു ദോഷവും വരുത്തത്തില്ല. കാരണം ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട ആളാ ഞാൻ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നീ എവിടെ അടുക്കള വെച്ചാലും അതൊരു അനുഗ്രഹമാണ്. നീ എവിടെ മൂല വെക്കുന്ന അതാ കന്നിമൂല. നീ എവിടെ കിണർ കുത്തുന്ന അവിടെ സ്ഥാനം. ഹല്ലേലൂയ. നീ ചെന്ന് കാല് ചെട്ടുന്നിടമാ അഭിഷേകത്തിന്റെ സ്ഥലം. കാരണം നീ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടയാളാ. നിന്റെ വീട് കിഴക്കോട്ടോ വടക്കോട്ടോ തെക്കോട്ടോ ഇരുന്നോട്ടെ, നിന്റെ വീടിനകത്ത് അനുഗ്രഹമേ ഉണ്ടാകത്തുള്ളൂ. നിന്റെ മക്കൾ ഫലപ്രദമായി വളരും. നിന്റെ ഭാര്യ നിനക്കൊരു അനുഗ്രഹമായിരിക്കും. എന്തുകൊണ്ട്? വചനം പറയുന്നു, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം തിന്മയും ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകുക. അന്യോന്യം അനുഗ്രഹിപ്പീൻ. പല സന്ദർഭങ്ങളിലും നാക്കുകൊണ്ട് പറഞ്ഞ്, വാക്കുകൊണ്ട് പറഞ്ഞ്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, വാക്കുകൊണ്ട് നാവുകൊണ്ട് പറയുന്നതാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. എൻ്റെ വീട്ടിൽ എന്തോ ദോഷമുണ്ട്. നാവുകൊണ്ട് അത് ഉറപ്പിക്കും തോറും പിശാച് കരമടിക്കും. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഉറപ്പിക്കുക. നീ ഒന്ന് പറ, നിന്റെ മോളെ കൊണ്ടും കൂടെ പറ. അമ്മ മോള് വന്നപ്പം മോല് പറയും, എടി ഈ വീടിന് എന്തോ ദോഷമാണ്. ഈ വീടിൻ്റെ നിനക്ക് ഓർമ്മയില്ല, അച്ഛൻ മരിച്ചു പോയത് ഈ വീട്ടിൽ നമ്മൾ വന്നിട്ട് 7ാമത്തെ മാസമാണ്. ഇതിനു വേണ്ടി അനുബന്ധമായ കുറേ കാര്യങ്ങൾ കൺമുമ്പിൽ കാണിക്കും. വേണമെങ്കിൽ ഒരു നാരങ്ങ നിങ്ങളുടെ വീടിന് മുമ്പിൽ കൊണ്ടുവെക്കും. വേണമെങ്കിൽ അല്പം ചുമല പൊടി ആരെങ്കിലും ഏൽപ്പിച്ച് സാത്താൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ച് വീടിൻ്റെ മുമ്പിൽ വാതൊക്കെ കൊണ്ടുവച്ചിട്ട് പറയും, ഈ വീട്ടിൽ ആരോ എന്തോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് വിശ്വസിച്ചിരിക്കും തോറും നിങ്ങൾ മണ്ടന്മാരാകും. എന്നാൽ ആ വെച്ച നാരങ്ങ എടുത്ത് നാരങ്ങ വെള്ളം കുടിച്ചേ. ആമേൻ പറഞ്ഞേ. വീടിൻ്റെ മുമ്പിൽ ഒരു നാരങ്ങ ഇരിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്ത് എടുത്തോട്ട് പോയി മുറിച്ച് നീ ഒരു ഗ്ലാസ് കുടിക്കും, നിന്റെ ഭർത്താവിന് ഒരു ഗ്ലാസ് കൊടുക്കും. എന്നിട്ട് ആമേൻ പറ, അതിൻ്റെ വീട്ടിൽ അത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. പക്ഷേ ബ്രദറെ, രാവിലെ വീടിൻ്റെ മുമ്പിൽ എഴുന്നേറ്റപ്പോൾ ഒരു മുട്ട ഇരിക്കുന്നു. സ്തോത്രം പറ, പൊരിച്ച് കഴിക്കാലോ. ആമേൻ. ഹല്ലേലൂയ. എന്നും ഉണ്ടായിരുന്നേ നല്ലതായിരുന്നു. ഇനി അവിടെ ആ മുട്ട ഇരുന്നിടത്ത് നാളെ ഒരു പേപ്പറിൽ ഒരു ലെറ്ററും കൂടെ എഴുതി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് താറാമുട്ടയും കൂടെ വെക്കണമെന്ന് എഴുതി വെക്കുക. ഹല്ലേലൂയ. ഇതൊന്നും ഒരു ദോഷവും നിനക്ക് വരുത്തത്തില്ല. കാരണം പത്രോസ് ലേഖനം 3:9 ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നിങ്ങൾ അന്യോന്യം അനുഗ്രഹിപ്പാൻ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ നോക്കി ഒന്ന് അനുഗ്രഹിച്ചേ, ഒന്ന് അനുഗ്രഹിച്ചേ, ഒന്ന് അനുഗ്രഹിച്ചേ, ഒന്ന് അനുഗ്രഹിച്ചേ. ആ കരം പിടിച്ച് കുലുക്കി ഒന്ന് അനുഗ്രഹിച്ചേ. ആ വാ മുഖത്തോട്ട് നോക്കി ഒന്ന് അനുഗ്രഹിച്ചേ. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ. ടെലിവിഷനിലൂടെ ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ. പാലായിൽ തിങ്കളാഴ്ച നടക്കുന്ന മീറ്റിംഗ് മാത്രമല്ല, ഇവർക്ക് മാത്രമല്ല, ലോക രാജ്യങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇനി ശാപമാന്ന് പറഞ്ഞ് നാക്കുകൊണ്ട് പറഞ്ഞ് വെറുതെ വീട്ടിൽ വലിച്ചു വെക്കല്ലേ. അനുഗ്രഹം പറ പറ പറ, തുറന്നു പറ, തുറന്നു പറ, തുറന്നു പറ. അത് നിങ്ങളിൽ വാഴട്ടെ, അത് നിങ്ങളിൽ വാഴട്ടെ, അത് നിങ്ങളിൽ വാഴട്ടെ. അനുഗ്രഹം പറഞ്ഞേ, അനുഗ്രഹം പറഞ്ഞേ, പറഞ്ഞേ, അനുഗ്രഹം എന്ന് പറഞ്ഞേ, അനുഗ്രഹം എന്ന് പറഞ്ഞേ. യേശു എൻ്റെ ശാപമായെന്ന് പറഞ്ഞേ. ഉറക്കെ പറ, യേശു എൻ്റെ ശാപമായെന്ന് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ഇന്ന് ഇപ്പോൾ അഴിയുകയാണ്. കരമടിച്ചോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേട്ട കരമടിച്ചോണ്ട് 2013 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സകല ശാപവും മരത്തിന്മേൽ തൂങ്ങിയവൻ വഹിച്ചതാകയാൽ ഇനി അഴിയാനൊന്നുമില്ല. അവനിലായപ്പോഴേ സകലവും അഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ടാൽ മാത്രമേ നിന്റെ കൈ ചലിക്കാവുള്ളൂ. ഹല്ലേലൂയ. ഓരോ തവണ നീ കൈ അടിക്കുമ്പോഴും നീ അംഗീകരിക്കുന്നു എന്നുള്ളതാ കൈയടിയിലൂടെ തെളിയിക്കുന്നേ. ഇന്ന് അഴിയട്ടെ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടോ അഴിയാനുണ്ട്, അതുകൊണ്ടല്ലേ നീ കൈ അടിച്ചേ. എന്നാൽ നീ കൈ അടിക്കാതിരുന്നാൽ പ്രസംഗം മാറ്റും, അവൻ മാനസാന്തരപ്പെടും. ഇതിവിടെ വിജയിക്കുകയല്ല, ഈ ചരക്ക് ഇവിടെ വിറ്റ് പോകത്തില്ല. കാരണം ഇതെല്ലാം അഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന തലമുറയാ. ഹല്ലേലൂയ. യേശുവിലായതോടെ രക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന തലമുറയാ. ഇവരുടെ അടുത്ത് പണി വിജയിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ പുതിയ പ്രസംഗം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് പ്രസംഗിക്കും. നിങ്ങൾ നിമിത്തം ആ വ്യക്തി രക്ഷിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വീഴട്ടെ. യേശുവിൻ്റെ അടുക്കൽ 9-ാം അധ്യായത്തിൽ പിറവിയിൽ കുരുടനായവനെ കൊണ്ടുവന്നിട്ട് ചോദിച്ചു, ഇത് ഏത് ശാപമാണ്? അമ്മയാണോ അപ്പനാണോ? അപ്പൻ റൂട്ടിലൂടെ വന്നതാണോ അമ്മ റൂട്ടിലൂടെ വന്നതാണോ? അമ്മയുടെ വീട്ടുകാരൊക്കെ നല്ല ആൾക്കാർ, അപ്പൻ്റെ വീട്ടുകാർ അടിയന്മാരൊക്കെ പണ്ട് ജോലി ചെയ്തിട്ട് കൂലി ചോദിച്ച് വരുമ്പം ചവിട്ട് കൊടുത്തവരാ. ഞങ്ങൾക്കറിയാം. ഭയങ്കര ക്രൂരനായിരുന്നു ഈ ഇങ്ങേരുടെ വല്യപ്പൻ. അതിൻ്റെ ആ പുഴുത്ത് ചാകുക എന്ന്. ഇതൊക്കെ നാട്ടിൽ നമ്മൾ സാധാരണ കേൾക്കുന്ന വാക്കുകളാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊന്നും യേശുവിലായ നിങ്ങളെ ബാധിക്കയില്ല. ഹല്ലേലൂയ. യേശുവിലായതോടെ സകല ശാപങ്ങളും, പൈതൃക ശാപങ്ങളും, ഒന്ന് പറഞ്ഞേ, പൈതൃക ശാപങ്ങൾ പൊട്ടിപ്പോയിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ സ്വതന്ത്രരായിരിക്കുക. നിങ്ങളെ യേശു, ഒന്ന് പറഞ്ഞേ, സ്വാതന്ത്ര്യത്തിനായിട്ട് മരത്തിന്മേൽ തൂങ്ങി ശാപമായി തീർന്ന യേശു അനുഗ്രഹത്തിനായിട്ട് എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഒന്ന് പറഞ്ഞ്, എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിക്കുക. ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ എന്നെ ആക്കിയിരിക്കുന്നു യേശു എന്ന് 2013 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അങ്ങനെ ആക്കിയിരിക്കുന്നു എന്ന് ഉറപ്പുള്ളവരൊന്ന് കരമുയർത്തിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യട്ടെ. ഓ മൈ ജീസസ്. നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഉറപ്പാണ്. ഞാൻ ഇന്ന് സ്പർശിക്കുന്ന ഈ വിഷയത്തിൻ്റെ അടുത്ത മേഖല ഞാൻ അടുത്ത തിങ്കളാഴ്ച തുറക്കും. ഇതിൻ്റെ കൂടുതൽ വെള്ളത്തിലേക്ക് നമ്മൾ അടുത്ത തിങ്കളാഴ്ച ഇറങ്ങും. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഈ 3-4 ആഴ്ചകൾ കൊണ്ട് ഇങ്ങനെയുള്ള കുറേ മിഥ്യാബോധങ്ങൾക്കകത്തുനിന്ന് യേശു നമ്മളെ സ്വതന്ത്രരാക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യം വചനത്താൽ നിങ്ങളിൽ വ്യാപരിക്കുകയാണ്. കാരണം നിങ്ങളിലൊരു പരിജ്ഞാനം കിട്ടുകയാണ്. ഞാൻ യേശുവിൽ സ്വതന്ത്രനാണ്. ഇവിടെ ഇരിക്കുന്ന ആദ്യമായിട്ട് ഇന്ന് പാലായിലെ കൃപയുടെ സമൂഹത്തിൽ വരുന്നവരൊന്ന് കരമുയർത്താം. ആദ്യമായിട്ട് കമ്മിങ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് പാലായിലെ കൃപയുടെ സമൂഹത്തിൽ വരുന്നവർ ഒന്ന് കരമുയർത്തും. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതെന്ന്. ഇന്ന് ആദ്യമായിട്ട് വന്നവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെ ഈ കൂട്ടത്തിലേക്ക് യേശുവിൻ നാമത്തെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നിങ്ങളോട് പറയാം, ഇന്ന് നിങ്ങളിവിടെ കേൾക്കുന്ന വചനം നിങ്ങളിൽ വളരണമെങ്കിൽ ഈ ദിവസങ്ങളിൽ, ഈ തിങ്കളാഴ്ചകളിൽ നടക്കുന്ന കൂട്ടായ്മകൾ നിങ്ങൾ മുടക്കാതിരിക്കുക. കാരണം ഇത്രയേ ഉള്ളൂ, ഒരു വിത്താണ് ഇവിടെ തുടർമാനമായി ഞങ്ങൾ ഇടുന്നത്. ഒരു ദിവസം കൊണ്ട് ആ വിത്ത് ഫലമാകണമെന്നില്ല. പല ദിവസങ്ങൾ എടുത്തേക്കാം. അതിന് വെള്ളം ഒഴിക്കേണ്ടതുണ്ട്, അതിന് വളവിടേണ്ടതുണ്ട്, അത് നിങ്ങളിൽ വളരേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ നിങ്ങൾ കൂട്ടായ്മയ്ക്ക് വന്നു എന്നതുകൊണ്ടായില്ല. തുടർമാനമായി ഈ വചനത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ നിങ്ങളെ വിധേയപ്പെടുത്തും തോറും ഈ വചനത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരുകയായി, വളരും തോറും ഈ വചനത്തിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങളിൽ വ്യാപരിക്കുകയായി. ഹല്ലേലൂയ. ഈ സമയത്ത് ഈ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമെടുക്കണം. അതുകൊണ്ട് ഞാൻ ആ വചനം അവിടെ നിർത്തുന്നത്. കാരണം ഈ മെസ്സേജ് പറഞ്ഞപ്പോൾ കർത്താവ് സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ച് കേട്ടോ. എൻ്റെ മേൽ എന്തോ വലിയ ശാപമുണ്ട്. ഓക്കെ, ഞാൻ ചെയ്തതിൻ്റെ ശാപങ്ങൾ പലതും അറിവില്ലായ്മയുടെ കാലത്തോ അറിവിൻ്റെ കാലത്തോ ഞാൻ ചെയ്തതിൻ്റെ പലതിൻ്റെ ഇനി അനുഭവിക്കാൻ ഞാൻ കിടക്കുക എന്ന ക്രമത്തിൽ സാത്താൻ ചിന്ത ഉള്ളിലിട്ടിട്ട് കാർന്ന് തിന്നുന്ന, ഞാൻ ആ പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് കേട്ടോണം. കാരണം ആ വിഷയത്തിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളിൽ ഭാരം ഉണ്ടാകുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ അന്ന് ചെയ്ത എൻ്റെ കൈ വന്ന തെറ്റ്, അല്ലെങ്കിൽ എൻ്റെ കൈ വന്ന ശരി, അല്ലെങ്കിൽ എൻ്റെ കൈ വന്ന കുറ്റം, ആ കുറ്റത്തിനകത്ത് ഞാൻ അനുഭവിക്കണം ചിലതൊക്കെ. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഓരോന്നും അന്ന് ഞാൻ ചെയ്തതിൻ്റെ ആണ് എന്ന് പറഞ്ഞ്
ഞാൻ എന്ന് പറയുന്ന വ്യക്തിയിൽ ശാപം പിന്തുടരുന്നു എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു പറയുന്നു. പ്രിയമുള്ളവർ, ഇത് നമ്മുടെ കുടുംബമാണ്. ഗ്രേസ് കമ്മ്യൂണിറ്റി നമ്മുടെ കൃപയുടെ സമൂഹം കുടുംബമാണ്. ഇവിടെ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ആ സ്ഥിതിയിൽ മനം നൊന്ത് ഓരോ ദിവസവും ഞാൻ ഇനി എന്തൊക്കെയോ അനുഭവിക്കാൻ കിടക്കുന്നു, ഞാൻ അന്ന് ചെയ്തതിൻ്റെയൊക്കെ എൻ്റെ മേലിപ്പോൾ കിടക്കുക, എന്തൊക്കെയോ ഇനി അനുഭവിക്കാൻ ഞാൻ കിടക്കുന്നു എന്ന ക്രമത്തിൽ സാത്താൻ മുറിവേൽപ്പിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആദ്യമേ കർത്താവ് പറയും. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ ആ സ്ഥിതിയിൽ മനസ്സിൽ അസ്വസ്ഥതയുള്ളവർ കരമുയർത്തിക്കോ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയും. ജീസസ്, ഞാൻ ചെയ്തതിൻ്റെ മാതാപിതാക്കളുടെ സംഭവം ഞാൻ രണ്ടാമതാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ചെയ്തതിൻ്റെ എന്തൊക്കെയോ ശാപങ്ങൾ ഇപ്പോഴും എന്നിലുണ്ട് എന്ന തെറ്റിദ്ധാരണയിൽ ദിവസേന ജീവിക്കുന്നവർ, എപ്പോഴും നിങ്ങളെ ആ ചിന്ത കൊണ്ട് സാത്താൻ ദണ്ഡിപ്പിക്കുന്ന തരത്തിലുള്ളവർക്ക് വേണ്ടി ആദ്യമേ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ സ്ഥിതിയിലുള്ള ഒരു കരമുയർത്തിക്കോ, നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ മക്കൾക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ സ്വാതന്ത്ര്യം ഈ മക്കളുടെ മേൽ അയക്കുന്നതിനായിട്ട് നന്ദി. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഈ കരമുയർത്തിയവരിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾക്കായി സ്തോത്രം ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. കരമുയർത്തിയവരിൽ എഴുന്നേറ്റ് നിൽക്കാൻ താല്പര്യമുള്ളവർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. പൈതൃക ശാപത്തിൻ്റെ വേരുകൾ, വ്യക്തിത്വങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ പറയുന്ന ഈ വിഷയം ഒന്ന് മനസ്സിലായി? എന്താണെന്ന് മനസ്സിലായി? ഒന്ന് പറഞ്ഞേ. ഞാനൊരു ശപിക്കപ്പെട്ടവന്, എൻ്റെ ജീവിതം ഇനി ഒരിക്കലും ഗതി പിടിക്കത്തില്ല എന്നുള്ള രീതിയിൽ തന്നെത്താൻ പറഞ്ഞ് നമ്മളെ തന്നെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഉദാഹരണം പറയാം. 1999 ആരും അറിയാത്ത ഒരു രഹസ്യ പാപം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നിരിക്കട്ടെ. ഓക്കെ, ഒരു തെറ്റ് എനിക്ക് സംഭവിച്ചു എന്നിരിക്കട്ടെ. 1999 കഴിഞ്ഞു, ഇത് 2014 പക്ഷെ ഇപ്പോഴും ഞാൻ അന്ന് ചെയ്തതിൻ്റെ വിക്ടിം, അന്ന് ചെയ്തതിൻ്റെ എന്താ അതിന് പറയുന്ന വാക്ക്, അന്ന് ചെയ്തതിൻ്റെ പരിണിത ഫലം, കുറ്റബോധമല്ല കാണാതെ പരിണിത, ആ ചെയ്തതിൻ്റെ എഫക്റ്റ് ഞാൻ അനുഭവിക്കേണ്ടി വരും എന്ന ചിന്തയാൽ ഈ ഡെയിലി ഫേസ് ചെയ്യുന്ന ഓരോന്നിനെ നോക്കിയിട്ട് പറയുകയാണ്, ഇതന്ന് ഞാൻ ചെയ്തതിൻ്റെയാണ്, ഇതന്ന്. മനസ്സിലായി? ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അത് അന്ന് ഞാൻ ചെയ്തതിൻ്റെയാണ്, ഇതിൻ്റെ കൂടെ ഇനി പലതും വരാനുണ്ട്. ഇങ്ങനെ ചിന്തിച്ച് വിളിച്ചു വരുത്തുന്ന, ഇങ്ങനെ ചിന്തിച്ച് ഓരോന്നും അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. 99-ൻ്റെയാണ്, അന്ന് ചെയ്തതിൻ്റെയാണ്, അന്ന് അവരോട് ചെയ്തതിൻ്റെ ദോഷമായി ഇന്നും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞ ഉദ്ദേശം, ഇതാ ഞാൻ പറഞ്ഞ സംഭവം. അതുകൊണ്ട് ഇത് മനസ്സിലാകാതെ എഴുന്നേറ്റ് നിന്നവർ അവിടെ ഇരുന്നു. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകാതെ എഴുന്നേറ്റ് നിന്നവർ അവിടെ ഇരുന്നു. എന്നിട്ട് ഈ സ്ഥിതിയിലുള്ള ഒരാളെ ഉള്ളെങ്കിലും ആ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശുവിനോട് പറയുന്നു. ഈ സ്ഥിതിയിലുള്ള ഒരാളെ ഉള്ളെങ്കിലും ആ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശുവിനോട് പറയുന്നു. കാരണം അത്രമേൽ പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിൽ എന്നെ ഉദ്യമിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. കർത്താവേ, ഈ എഴുന്നേറ്റ് നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഏതോ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ, അവരെടുത്ത നിലപാടുകളോടുള്ള ബന്ധത്തിൽ, അവരുടെ മനസ്സിനെ തളർത്തുന്ന, അവരുടെ മനസ്സിനെ തകർക്കുന്ന, അവരുടെ കയ്യിൽ വന്നുപോയ തെറ്റിനെ ചൊല്ലി അവരെ കാർന്നു തിന്നുന്ന കള്ള സാത്താനെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ജീസസ് ഭയങ്കരമായിട്ട് ആ ബ്രദറിനെ കർത്താവ് സ്പർശിക്കുന്ന, റെഡ് ഷർട്ടിയുടെ ബ്രദറിനെ. ബ്രദർ, യു കം ഫോർവേഡ്, എൻ്റെ അടുത്തോട്ട് വന്നാട്ടെ. കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്നു. വ്യക്തമായിട്ട് യേശു എന്നോട് പറയുന്നു, ഒരു പ്രത്യേക പരിശുദ്ധാത്മാവിൻ്റെ ഡെലിവറൻസിലേക്ക് നിന്നെ നടത്താനായിട്ട് കർത്താവ് ആഗ്രഹിക്കുക. താങ്ക് യു ജീസസ്. പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ, ഇനി വർഷങ്ങളുടെ പഴക്കം പറഞ്ഞ് പഴയ കാര്യങ്ങൾ പിന്നെയും കൊണ്ടുവന്ന് ഓരോ തവണ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ജീവിതത്തിൽ ഓരോ പരുപരുത്ത അനുഭവങ്ങൾ വരുമ്പോഴും ഇത് കാരണമാ അന്നത് ചെയ്തു പോയല്ലോ എന്ന കുറ്റബോധത്തിനകത്ത് കെട്ടപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ മകന്റെ മേൽ അഭിഷേകം ഇറങ്ങി വരട്ടെ. എന്റെ ചങ്ങല പൊട്ടുന്നു.
എനിക്ക് വ്യക്തമായി കാണാൻ കഴിയും. ദൈവരാജ്യത്തിൽ അതിശക്തമായിട്ട് പ്രയോജനപ്പെടാനുള്ള വിളി നിന്റെ മേലുണ്ട് മോനെ. നിന്നെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുക. ഓഫ്, ആ നിഴൽ ഒഴിയുന്നു, ആ നിഴൽ ഒഴിയുന്നു ഈ ശരീരത്തിൽ നിന്ന്. ഈ മനുഷ്യനെ യേശു ഫ്രീ ആക്കുന്നു. വർഷങ്ങളുടെ അടിമമുഖം ദാ പൊട്ടുന്നു, ദാ പൊട്ടുന്നു, ദാ പൊട്ടുന്നു, ദാ പൊട്ടുന്നു, ദാ പൊട്ടുന്നു, ദാ പൊട്ടുന്നു, ദാ പൊട്ടുന്നു. വർഷങ്ങളുടെ ദാ സർവ്വതലോട് കൈവച്ച യേശുവിൻ നാമത്തിൽ സ്വാതന്ത്ര്യപ്പെടും ആ വ്യക്തി. എത്ര വർഷം? വെയിലൊക്കെ കൊള്ളുമ്പോൾ ഭയങ്കര വേദന. 7 വർഷമായി. ഈ വെയിൽ കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത പോലെ തല കുനിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ അസ്വസ്ഥതയുണ്ടോ? ഉണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ തലയിൽ നിന്നത് അഴിയുകയാണ്. കാരണം വ്യക്തമായിട്ട് ഞാനത് കണ്ടു. നിങ്ങളുടെ തലയിൽ ഇനി അത് ഇരിക്കുകയില്ല. ഈ സെക്കൻഡ് നിങ്ങളുടെ ശരീരം വിട്ടത് അഴിയുന്നു. ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ് യുവർ സൺ. Oh, the power of God is moving. അവൾ സൗഖ്യമാകുന്നു. അവളുടെ തലയിൽ നിന്ന് നുഖത്തെ കർത്താവ് അഴിച്ചു മാറ്റുന്നു. യേശുവിൻ നാമത്തിലുള്ള സ്വാതന്ത്ര്യം അവളുടെ തലമേൽ അടിക്കുന്നു. കർത്താവ് അവളെ സൗഖ്യമാക്കുന്നു. കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചു. എന്നാ പറ്റി? വളവ എങ്ങനെ വളഞ്ഞായിരിക്കും? ഒരു സർജറി കഴിഞ്ഞു. ബെൻഡ് മാറ്റണം, ഇനി സ്ക്രൂ ഇടണം അല്ലേ? മോളക്കുട്ടിയുടെ പേരെന്നാടി? പേരെന്നാ? അമ്മയിരുന്നു. അന്നക്കുട്ടിയുടെ വീട് എവിടാ? തൃശ്ശൂർ. ശരി. അന്നക്കുട്ടി യേശു സൗഖ്യമാക്കി. കർത്താവേ, അന്നക്കുട്ടിയുടെ നട്ടലെല്ലാം കൂടെ വളഞ്ഞിരിക്കുക. പാവ അന്നക്കുട്ടി, പാവ അന്നക്കുട്ടി. യേശുവിൻ നാമത്തിൽ നിവർന്നേ പറ്റൂ. Jesus, you're the Lamb of God. Worthy is your name. You are my strength when I am weak. You are the treasure that I see. You are my all in all. Seeking you as a precious jewel, Lord, to give up I'd be a fool. You are my all in all. Jesus, Lamb of God, worthy is your name. Jesus, you're the Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your name. യേശു രാജാവാ എന്നിൽ വെളിപ്പെടുന്നേ. യേശു രാജാവേ. ഓ മൈ ജീസസ്, ഞാൻ വ്യക്തമായിട്ട് കണ്ടുകൂട്ട. നിന്നെ ഇനി മുറിപ്പെടുത്താൻ കർത്താവ് അങ്ങനെ പറയുന്നത്. ഇനി പഴയ മുറിവ് നിന്നെ മുറിപ്പെടുത്തത്തില്ല. ഇനി അതിൽ നിന്ന് രക്തം ഒഴുകണ്ട. അതിന് ശമനം വന്നിരിക്കുന്നു. കരമടിച്ചൊന്ന് യേശുവിനെ സ്തുതിച്ചു.
ഓ ജീസസ്, അവിടുത്തെ ഗ്ലോറി ഇറങ്ങുന്നു. കർത്താവ് ഇങ്ങനെ ഈ അമ്മയെ അങ്ങ് ചേർത്ത് പിടിച്ചിരിക്കുക. അതാ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. നീ എന്റെ പ്രിയ മകളാന്ന് യേശു പറയുന്നു. യേശുവേ, ഫ്രീ ആകട്ടെ, നിന്റെ മകള് ഫ്രീ ആകട്ടെ. ഓ 21 വർഷം ഈ ശരീരത്തിൽ വ്യവഹരിച്ചതിനോട് ഇപ്പൊ ഞാൻ കൽപ്പിക്കുക, ഇറങ്ങ. ഇവൾ യേശുവിൻ്റെ പ്രിയ മകളാ. ഇറങ്ങടാ കള്ള പിശാചേ, ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങി നീ പുറത്തു വാ. ഈ അമ്മ യേശുവിൻ്റെ പ്രിയ മകളാന്നേ. ഇറങ്ങി വാ, പുറത്തു വാ, പുറത്തു വാ. നട്ടല് വീണിരിക്കുന്ന ക്രാക്കുകൾ, നട്ടല് പൊട്ടിയത്, ബെൽറ്റ് ഇട്ട് വട്ടം കെട്ടിയത്, സ്റ്റീൽ റോഡ് വെച്ചത്. ഓ ജീസസ്, സ്പൈനൽ ഇഞ്ചുറി, സ്പൈനൽ കോഡിന്റെ പ്രയാസങ്ങള് അഴിയുവാ. കണ്ടോ, കാണു നിങ്ങള്, അഴിയുവാ ശരീരത്തിൽ നിന്നത്. കൊല്ലങ്ങൾ ഈ പാവത്തെ കെട്ടി മുറുക്കിയ ദുരാത്മാവ് പുറത്തു വരികയാ. ഇതൊന്ന് കണ്ടേ. ഓ അഴിയുവാത്, ആ ശരീരത്തിൽ നിന്ന് അഴിയുവാത്, ആ ബാധ ആ ശരീരത്തിൽ നിന്ന് ഒഴിയുകയാണ്.